Hi friends, everyone നമ്മുടെ ബ്ലാക്ക്മീലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ട് ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താ അറിയോ? നമ്മൾ ഇന്ന് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പോവാണ്. ഗയ്സ് അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രഷ് കണ്ടതൊന്നുമല്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്ലാക്ക്മീൻ്റെതായ രീതിയിൽ നമ്മളൊരു വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നോ രണ്ടോ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് അധികമായിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗയ്സ് നമ്മുടെ ഈ വീഡിയോക്ക് ആദ്യം തന്നെ വേണ്ട സാധനം പറഞ്ഞാൽ ഇതേപോലത്തെ 2 കുപ്പി, അതുപോലെ തന്നെ വേറെ 2 കുപ്പി, അങ്ങനെ മൊത്തം നമ്മൾ 4 കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം ഇതേപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ കേട്ടോ, നമ്മൾ വീട്ടിൽ നിന്ന് പൊക്കിയതാണ്. പിന്നെ നമുക്ക് എന്ത് വേണം? ഇതേപോലത്തെ സാധാരണ കുറച്ച് കുഞ്ഞു കല്ലുകൾ കേട്ടോ, അത് നമുക്ക് വേണം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഇതേപോലത്തെ കുറച്ച് ഡ്രൈ ക്ലീനർ വേണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലത്തെ കുറച്ച് ബലൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നമ്മുടെ ഈ കുഞ്ഞു കല്ലില്ലേ, ഈ കല്ലിലേക്ക് നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. അതായത് ഞാൻ വീഡിയോ കാണുന്ന പോലെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കല്ലെടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ നൈസിന് ചുറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളതിലുള്ള കല്ലുകളിൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം ഫോയിൽ നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പെരിമെന്റിലേക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ കുപ്പിയും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതീവ ഡേഞ്ചറായൊരു സാധനം കേട്ടോ. എന്താ അറിയോ? പച്ചവെള്ളം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ 1/4 ഭാഗത്തോളം നമ്മുടെ കുപ്പിയിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? അടുത്തായിട്ട് നമ്മുടെ ഡ്രൈ ക്ലീനർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ പൊട്ടിച്ച് അങ്ങ് ഇതിലേക്ക് ഇടാം. നമ്മളെന്ത് ചെയ്യുന്ന സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഈ ഡ്രൈ ക്ലീനർ ഒരു 25 രൂപ നമ്മൾ മേടിച്ചത്. അതിൻ്റെ പകുതി ഭാഗത്തോളം ഏകദേശം ഇട്ട് കൊടുക്കാം. ഏകദേശം നമുക്ക് ഇത്ര മതിയാവും. ഏകദേശം നമ്മളൊരു ഡ്രൈ ക്ലീനറിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല എഫക്ഷൻ ആട്ടോ ഇത്. A few moments later. അപ്പം ചെറിയൊരു അപകടത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പം ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ഡ്രൈ ക്ലീനർ ട്രിപ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പറഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ അലുമിനിയം ബോട്ട്സ്, അതായത് നമ്മൾ കല്ലിലിട്ട ഈ ബോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 ചൂട് വരുന്നുണ്ടോ? 4 5 6 7 8 അങ്ങനെ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഇത് ചെയ്യാം. നമ്മുടെ ഈ ബലൂൺ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മുടെ ബലൂണ് ഏകദേശം ഒരു 2 മിനിറ്റത്തെ വെയിറ്റിങ്ങിന് ശേഷം ബലൂൺ ചെറുതായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് റിയാക്ഷൻ നടക്കുന്ന കാര്യം അറിയില്ല. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ നേരത്തെ ചെറുതായിട്ടൊന്നും ഇതിൻ്റെ ഡ്രൈ ക്ലീനർ നല്ല ചൊറിച്ചിലുണ്ട് കേട്ടോ ഗൈസ്, നല്ല ചൊറിച്ചിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതെങ്ങനെ ആവുന്നു. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ബലൂൺസ് ഒക്കെ സെറ്റാക്കി എടുക്കുന്നത്. നമ്മൾ കുറച്ച് നേരം ഒന്ന് പരിശ്രമിച്ചു, കാരണം അത് നടക്കുന്നില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ബലൂണൊന്നും പൊന്തില്ല, കാരണം ബലൂണിൻ്റെ വെയിറ്റ് ആണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഹൈഡ്രജൻ ഫില്ല് ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിരുന്നു? നമ്മുടെ ഈ സാധനം പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫൈനലായിട്ട് നമ്മൾ അടിപൊളി വലുതാക്കി കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ 4 കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ 4 കുപ്പിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഡ്രൈ ക്ലീനറും അതേപോലെ നമ്മുടെ അലുമിനിയം ഫോയിൽ നമുക്ക് ഇട്ട് 4 ഒരേ ടൈമിൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഹൈഡ്രജൻ ബലൂണൊക്കെ മേക്ക് ചെയ്യുന്ന പ്രൊസീജിയറിൽ നടന്നുകൊടുക്കണം. നമ്മൾ 4 ബലൂൺ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഹൈഡ്രജൻ ബലൂൺ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ അടിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ നിങ്ങൾ കണ്ടില്ലേ? ഈ ക്വാളിറ്റിയുള്ള അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ തല കുണി ഗൈസ്. ഇതിങ്ങനെ അഴിച്ചാൽ കിട്ടുമോ? അപ്പോൾ നമ്മളെ കണ്ടില്ലേ? ഞാൻ കാണിച്ചു കണ്ടില്ലേ? ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട് കണ്ടില്ലേ? ഈ രീതി നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ. അപ്പോൾ നമ്മൾ കുറേ നേരം ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തില്ല. 2 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഈ ഒരു കോലാക്കി ഇതിന് എടുത്തിട്ടോ. കണ്ടില്ലേ? നല്ല സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന വെറൈറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാന്റാക്ലോസിന് നമ്മളൊരു മെയിൽ അയക്കാൻ പോവാണ്. അപ്പോൾ ഈ മെയിലൊന്നും കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക്മീൻ്റെ പേരിൽ ബേക്കിൽ ബ്ലാക്ക്മീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ആയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? മുകളിലേക്ക് അയക്കാൻ പോവാം. അപ്പോൾ വിട്ടാലോ? നേരെ വിടാല്ലേ? സെറ്റാക്കാൻ പോകട്ടെ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവ ഒന്ന് സഹായിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതൊന്നും ഇവിടെ ഞാൻ ചെറിയ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് നൈസ് ഇതിലേക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ
ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സാധനം സെറ്റപ്പ് ആക്കി എടുത്തിട്ട് കണ്ടില്ലേ, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളിവിടെ കോൾ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിലേക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വിളിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മളെ സാധനമൊക്കെ ഇവിടെ അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് പറഞ്ഞാൽ അവയുടെ ക്യാമറ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് സെക്കൻഡിന് ശേഷം നമ്മളിത് വിടാൻ പോവാണ് കേട്ടോ. വിട്ടാലോ? അത് സെറ്റല്ലേ? റെഡി? 1 2 3 അപ്പൊ കഴിച്ചിട്ട് കാണാൻ പറ്റും നമ്മുടെ സാധനം പൊന്തി പോകുന്നുണ്ട് കേട്ടോ. പോയി എത്തി മുകളിലെത്തി സാധനം പോണ്ടേ. ദേ പോണ് മെയിൽ അവിടെ എത്തുന്ന എനിക്ക് തോന്നേ. സാധനം പോയി ഗായ്സ്. അതാ ഗായ്സ് പോയി ഗായ്സ്. സാധനം കാണുന്നില്ല ഗായ്സ്. അതാ അങ്ങൊരു തുമ്പ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ബലൂണില്ലേ നല്ല അടിപൊളിയായിട്ട് പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതങ്ങനെ പോകുന്നു. സെറ്റപ്പ് ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു 10 ബലൂൺ സെനിവേ ഏകദേശം ഒരു 10 ബലൂൺ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതാണ് സെറ്റപ്പായിട്ട് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തെടുത്തത്. അപ്പം എന്തായാലും നല്ല അടിപൊളിയായി പോകണമെന്ന് കാണാൻ ഇങ്ങനെ ഉയരത്തേക്ക് ഇങ്ങനെ സെറ്റപ്പായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ചെന്നപ്പോൾ പിന്നെ ഒട്ടും കാണാണ്ടായി. മരത്തിൻ്റെ ഇടയിലെ കൂടെ ഇങ്ങനെ സംഭവം ചെറുതായിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നു. സെറ്റപ്പായി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് കിട്ടും. അതേപോലെ എന്തെങ്കിലും ഒന്ന് പോയി കമൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബ്ലാക്ക്മീയുടെ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ക്രിസ്മസ്.